ആവശ്യം. സജി ചെറിയാന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു എന്ന വാദം ഹൈക്കോടതി തള്ളി. രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സജി ചെറിയാൻ തള്ളുകയും ചെയ്തു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന് കാത്തുനിൽക്കാതെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നെന്നും പ്രസംഗ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി എടുത്തിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് നിയമപരമല്ല. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തം. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന. കേസ് അന്വേഷണത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മന്ത്രിയെ വെള്ളപൂശിയുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം CBI അന്വേഷണം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി തള്ളി. ഇതേ കേസിൽ മുമ്പ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ ഇത്തവണ അതിന് തയ്യാറല്ല എന്ന നിലപാടിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തുണ്ട്. പ്രഥമ ദൃഷ്ട്യാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അപ്പോൾ പിൻവാതിലൂടെ ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളതുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി, ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആദ്യമായി കിട്ടിയ മന്ത്രിസ്ഥാനത്ത് ഒരു വർഷം തികയ്ക്കും മുമ്പ് രാജിവെക്കേണ്ടി വന്ന നേതാവാണ് സജി ചെറിയാൻ. വാവിട്ട വാക്കുകളാണ് സജിക്ക് വിനയായത്. പോലീസ് ക്ലീൻ ചിറ്റിന്റെ ബലത്തിൽ 6 മാസത്തിനു ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യം വീണ്ടും ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. 2022 ജൂലൈ 3 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ സജി ചെറിയാന്റെ പ്രസംഗം. സാധാരണ നിലയിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊന്നും പറയുന്ന നേതാവല്ല സജി ചെറിയാൻ. സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് പ്രസംഗവും. പക്ഷേ അന്ന് കൈവിട്ടുപോയി. വിഷയം ഭരണഘടനയായതിനാൽ വിവാദവും കേസുമായി. രാജി ആവശ്യം ഉയർന്നു. തൊഴിലാളി അവകാശങ്ങളാണ് പറഞ്ഞത്, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആളാണ് തുടങ്ങിയ ന്യായീകരണങ്ങളൊന്നും ഏശിയില്ല. കേസായതോടെ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. 2021 മെയ് 20 മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സജി ചെറിയാൻ 2022 ജൂലൈ 6 മന്ത്രിസ്ഥാനം രാജിവെച്ചു.
പ്രസംഗത്തിൽ മനഃപൂർവ്വം ഭരണഘടനയെ അവഹേളിക്കാൻ സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി. കേസ് അവസാനിപ്പിക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. പോലീസിന്റെ ക്ലീൻ ചിറ്റ് കിട്ടിയതോടെ കോടതി തീർപ്പിന് മുമ്പ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. ധാർമ്മികതയുടെ പേരിലായിരുന്നു രാജിയെന്നും തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തിയതിനാൽ തിരിച്ചെടുക്കുന്നു എന്നുമായിരുന്നു CPM വിശദീകരണം. രാജിവെച്ച 182-ാം ദിവസം 2023 ജനുവരി 4-ന് സജി ചെറിയാൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിയാക്കാനുള്ള ശുപാർശ അംഗീകരിക്കാൻ ആദ്യം മടിച്ച ഗവർണർ ഭാവിയിൽ ഈ വിഷയത്തിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരിനാവും എന്നറിയിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സജി ചെറിയാനെ പിന്തുണയ്ക്കുകയാണ് CPM-ഉം. സജി രാജിവെക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട്. എന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതാ ഞാൻ പറഞ്ഞത് അതാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയും ഗവൺമെൻറ്റും ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യുക. അതാണ് അതിലുള്ള എടുക്കാനുള്ള കാര്യം. സജി ചെറിയാന്റെ രാജിക്ക് വേണ്ടി പ്രക്ഷോഭത്തിനൊന്നും കോൺഗ്രസിന് സമയമില്ലെന്ന് MM ഹസൻ. ജനകീയ വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാൻ സമയം തികയുന്നില്ല. ഭരണഘടനാ സംരക്ഷണത്തിനായി കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുമെന്നും MM ഹസൻ പറഞ്ഞു. കൂട്ടിക്കിഴിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കുന്നുണ്ടെങ്കിലും മുന്നണി നേതൃത്വങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സ്വന്തം ശക്തി മേഖലകളിലെ വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കിയെന്ന് കരുതുമ്പോഴും അടിയൊഴുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത മുന്നണി നേതൃത്വങ്ങൾ തള്ളിക്കളയുന്നുമില്ല. നാടിളക്കിയുള്ള പ്രചാരണം വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചില്ല എന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. 75% അതിന് മുകളിലോ ആണ് പോളിംഗ് പ്രതീക്ഷിച്ചത്. എന്നാൽ 5% പോളിംഗ് കുറഞ്ഞു. സ്വന്തം വോട്ടുകളെല്ലാം പെട്ടിയിലെന്ന് കരുതുമ്പോഴും പോളിംഗ് കുറഞ്ഞത് കണക്കെടുപ്പ് പ്രവചനാതീതമാക്കുന്നു. ഗ്രാമമേഖലകളേക്കാൾ നഗരസഭാ പരിധിയിൽ വോട്ടിംഗിൽ കുറവ് രേഖപ്പെടുത്തി. വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചില്ല. വോട്ടെടുപ്പ് തീയതി നീട്ടിവെച്ചത് കൽപ്പാത്തിയിൽ വോട്ടിംഗിൽ പ്രകടമായില്ല. കണ്ണാടി പഞ്ചായത്തിൽ പൊതുശരാശരിയേക്കാൾ 3% അധിക വോട്ടുകൾ കുറഞ്ഞു. 3 മുന്നണികളുടെയും കണക്കുകൾ ഇങ്ങനെയാണ്. മണ്ഡലത്തിലെല്ലാം അനുകൂല ഘടകങ്ങളാണെന്ന് UDF കണക്കുകൂട്ടുന്നു. ഭൂരിപക്ഷം 10,000 വരെ ഉയർന്നേക്കാം. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. സരിന് എതിർചേരിയിൽ സ്വീകാര്യത കിട്ടിയില്ല. BJP വോട്ടുകളിൽ പിളർപ്പുണ്ടായി. ഇതൊക്കെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കരുതുന്ന BJP ഇടതുമുന്നണി രണ്ടാമതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ പിളർപ്പുണ്ടായി. സന്ദീപ് വാര്യർ UDFിലെത്തിയത് ഗുണം ചെയ്തു. നഗരത്തിലെ ശക്തി മേഖലകളിൽ കനത്ത പോളിംഗ്. ഇതൊക്കെയാണ് BJPയുടെ ആത്മവിശ്വാസം. വിജയത്തിനടുത്തെത്തിയ പ്രകടനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷയാണ്. രണ്ടാമതെത്തുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വർദ്ധിച്ചാൽ ഒരുപക്ഷെ വിജയിച്ചേക്കാം. 10,000 വോട്ടുകൾ അധികമായി സമാഹരിക്കും. BJP മൂന്നാമതെത്തുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. നാടിളക്കിയുള്ള പ്രചരണം നടത്തിയിട്ടും ഇത് പോളിംഗിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇരട്ട വോട്ട് വിവാദം പോളിംഗിൽ പ്രതിഫലിച്ചതായി കാണാനാവുന്നില്ല. ഫലത്തിൽ അവകാശവാദങ്ങൾക്കപ്പുറം പ്രവചനാതീതമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയമെന്നുറപ്പ്. ന്യൂസ് 18 പാലക്കാട്. CPM അനുഭാവികളുടെ വോട്ടും BJPയിലെ അസംതൃപ്തരുടെ വോട്ടും ലഭിച്ചുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം. UDF ക്യാമ്പിൽ വോട്ട് ചോർച്ചയുണ്ടായെന്നും അത് അനുകൂലമാകുമെന്നുമാണ് സരിന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനും UDFനും തിരിച്ചടിയാകുമെന്ന് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പറയുന്നു. പോൾ ചെയ്തതിൽ പകുതി വോട്ട് എന്തായാലും നമ്മളിലേക്ക് വരുമെന്നാണ്. പകുതി വോട്ട് വന്നില്ലെങ്കിൽ പോലും കംഫർട്ടബിളായി ജയിക്കാനുള്ള വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. LDFന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ, എന്റെ പേടി അവിടെയായിരുന്നു. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല.
ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. CPM-ഉമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. മാത്തൂരിൽ ഇത്തവണ UDF അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായി. ശ്രീ സന്ദീപിന്റെ അടക്കമുള്ള BJP-യിൽ നിന്ന് ഒരാൾ വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം, BJP വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം സെക്കുലർ ഫോഴ്സിനുടെ ഉണ്ടാകും. ഷാഫിക്ക് 2021 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും 2024 എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഒരു സർവകാല റെക്കോർഡ് UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുണ്ടാകും. 3 ഉപതെരഞ്ഞെടുപ്പുകളിലും UDF വിജയിക്കുമെന്ന് MM ഹസൻ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ പത്രപരസ്യമെന്നും വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് പ്രചാരണം നടത്തിയത് CPM ആണെന്നും MM ഹസൻ ആരോപിച്ചു. പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉയർന്ന പോളിംഗ് ആണ് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തിയത്. ഉയർന്ന പോളിംഗ് അനുകൂലമാണെന്ന് പുറമേക്ക് അവകാശപ്പെടുമ്പോഴും നേതാക്കളുടെ ഉള്ളിലെ ആശങ്ക കടുത്തതാണ്. പുറത്തുവന്ന കണക്കനുസരിച്ച് 65.1% പോളിംഗ്. ഇതോ ഇത്ര വലിയ കണക്കെന്ന് സംശയം 70%-ന് മേൽ പോളിംഗ് പതിവായ കേരളീയർക്കുണ്ടാകാം. എന്നാൽ മഹാരാഷ്ട്രയിൽ 1995 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ശിവസേന BJP സഖ്യത്തിന് ആദ്യമായി മിന്നും ജയം നൽകിയ 1995 മാത്രമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയത്. അന്ന് 71.69% ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.39%, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61.4%-മായിരുന്നു പോളിംഗ്. 7 മാസത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വോട്ട് ചെയ്തവരുടെ എണ്ണം ഇത്തവണ കൂടി. 4%-ഓളം പേരാണ് ഇക്കുറി അധികമായി വോട്ട് ചെയ്തത്. എല്ലാ പാർട്ടികളുടെയും പരമ്പരാഗത ശക്തി മേഖലകളിൽ ഏറിയും കുറഞ്ഞും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനായി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ BJP-ക്കൊപ്പം RSS നടത്തിയ താഴെത്തട്ടിലെ പ്രവർത്തനമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്നാണ് BJP വാദം. എന്നാൽ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായ വലിയ തരംഗമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്ന് മറുപക്ഷവും വാദിക്കുന്നു. मुझे ऐसा लगता है कि जब जब वोटिंग परसेंटेज बढ़ता है तो BJP को ही उसका फायदा होता है. तो मैं ऐसा मानता हूं कि निश्चित रूप से ये जो बढ़ा हुआ वोटिंग परसेंटेज है ये BJP और हमारे अलायंस के लिए, महायुति के लिए ये फायदा हमको देगा और इसका फायदा हमको होगा. कांग्रेस की लीडरशिप में ही सरकार महाविकास आघाड़ी की बनेगी. जो मतदान का जो रुझान आ रहा है, कॉल आ रहा है, जो लोग मतदान के लिए जा रहे हैं, तो उसके आधार पर राज्य में कांग्रेस की सबसे ज्यादा कैंडिडेट चुन के आएंगे. महाविकास आघाड़ी की सरकार आएंगी, इसमें कोई दो मत नहीं है. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ മഹായുതിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം ചെറുതാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് പരസ്യമായി ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അതേസമയം ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് CPM. ആഞ്ചലോസിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലെന്നും CPI നാടിന്റെ പുരോഗതിയെ കണ്ണടച്ച് എതിർക്കുകയാണെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സീപ്ലെയിൻ സഹായകരമാകും. പ്ലെയിൻ ഇറക്കിയതുകൊണ്ട് മത്സ്യബന്ധനം സാധ്യമല്ലെന്ന് ഒരു പഠന റിപ്പോർട്ടിലുമില്ല. ആലപ്പുഴയിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്നതാണ് പാർട്ടി നിലപാട്. CPM ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. CPM നിലപാട് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ ടൂറിസം
നല്ല രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല രൂപത്തിലേക്ക് നമ്മുടെ കായൽ ടൂറിസവും അതുപോലെ കടൽ ടൂറിസവും എല്ലാം കുട്ടനാട് സമുദ്രതീരത്തിന് താഴെയുള്ള കുട്ടനാട് പ്രദേശത്ത് വന്നിരുന്ന ടൂറിസവും ഇതെല്ലാം നമ്മുടെ ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഈ സീ പ്ലെയിൻ പദ്ധതി നമുക്ക് വളരെയധികം സഹായകരമായി തീരും. ഇതിനകത്ത് പ്രശ്നം മത്സ്യത്തൊഴിലാളികൾക്ക് വേമ്പനാട് കായലിലൂടെ ഇത് പോകുമ്പോഴത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാതെ വരും എന്നുള്ളതാണ് ഒരു പറയുന്നത്. ആ ആശങ്ക ഇപ്പം ഇന്നില്ല. മത്സ്യബന്ധനത്തിൽ പോകുന്ന തൊഴിലാളികൾക്ക് നിലവിലുള്ള മത്സ്യം പിടിച്ചെടുക്കുന്നതിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മത്സ്യബന്ധനവും നടക്കണം, സീ പ്ലെയിൻ പദ്ധതി നടക്കണം, ടൂറിസം പുരോഗമിക്കുകയും വേണം. ഇതാണ് CPM-ൻ്റെ അഭിപ്രായം. ആ എതിർപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ. കണ്ണുടച്ചെങ്കിൽ എതിർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ പുരോഗതിക്ക് എതിരായിട്ട് നിൽക്കുക എന്നുള്ളത് ഇത് തന്നെയാണ്. കായലിലൂടെ ഇത് സഞ്ചരിക്കുന്നതിലൂടെ ടൂറിസ്റ്റുകൾ വരും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ രൂപത്തിലുള്ള വരുമാനം എല്ലാം കായൽ പ്രദേശത്തുള്ളവർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. മത്സ്യത്തിൻ്റെ പ്രജനനത്തിനൊന്നും എന്തെങ്കിലും തടസ്സമുണ്ട് എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ ഒരു പഠനം ഇതുവരെ വന്നിട്ടില്ല. അന്ന് ചേർത്തിട്ടില്ല. ഇത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ആര് കാരണവശാലും മത്സ്യം ഇതുകൊണ്ട് മത്സ്യത്തിൻ്റെ പ്രയോജനം നടക്കാതിരിക്കുന്നില്ല, മത്സ്യസമ്പത്ത് കുറയുന്നില്ല. സീ പ്ലെയിൻ പോലുള്ള പദ്ധതി ഇന്ന് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല ലോക ടൂറിസത്തിൽ ഏറ്റവും മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നു. ശരണ്യ, ആർ നാസർ വ്യക്തമാക്കുകയാണ് സീ പ്ലെയിൻ അത് നടപ്പാക്കും, ആലപ്പുഴയിൽ സീ പ്ലെയിൻ ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ അവിടെ CPM തമ്മിലുള്ള ഒരു പ്രശ്നം അക്കാര്യത്തിൽ രൂക്ഷമാവുകയാണല്ലോ. ഇന്ന് ജനയുഗത്തിൽ ലേഖനം വന്നതിന് പിന്നാലെയാണല്ലോ പ്രതികരണം. തീർച്ചയായിട്ടും, അതായത് ഈ സീ പ്ലെയിൻ പദ്ധതി സർക്കാർ വലിയ ആഘോഷമായി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടന ഘട്ടം മുതൽ തന്നെ മുന്നണിക്കകത്തെയുള്ള കല്ലുകടി രൂക്ഷമാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതു മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയായ CPI തന്നെയാണ് വിയോജിപ്പുമായി ഓരോ ഘട്ടത്തിലും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. ഈ പദ്ധതിയുടെ ഉദ്ഘാടന ഘട്ടത്തിൽ തന്നെ TJ ആഞ്ചലോസ്, അതായത് CPIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതാവുമായ ATUCയുടെ നേതാവുമായ TJ ആഞ്ചലോസ് 2013 UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിക്കെതിരെ തങ്ങൾ എടുത്ത നിലപാടിൽ നിന്നും യാതൊരു മാറ്റവും ഇപ്പോഴും ഈ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോഴും ഇല്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് ആദ്യരൂക്ഷം, അതായത് കേരളത്തിൽ ഒരിടത്തും സീ പ്ലെയിൻ ഇറക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതിനുശേഷം ഇപ്പോൾ ജനയുഗത്തിന്റെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ലേഖനം ഇപ്പോൾ വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പദ്ധതി സാമ്പത്തികമായി ഗുണം ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ CPIയെ ഇക്കാര്യത്തിൽ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് CPM തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കായൽ ടൂറിസത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബാണ് ആലപ്പുഴ, ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഇടമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ സീ പ്ലെയിൻ പദ്ധതിയുടെ ഗുണം അത് വലിയ പുരോഗതി ടൂറിസം രംഗത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതിയെ എതിർക്കേണ്ട കാര്യമില്ല, എവിടെയും മറ്റൊരു പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അതായത് CPIയും ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് മത്സ്യപ്രജനനത്തെ ഈ വാട്ടർ ഡോമുകൾ സ്ഥാപിച്ച് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിന്റെ പ്രകമ്പനം മത്സ്യപ്രജനനത്തെ ബാധിക്കും. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ആ വാദത്തെയാണ് CPM ജില്ലാ സെക്രട്ടറി ഖണ്ഡിക്കുന്നത്. അത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ടും എവിടെയും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് വരുന്ന CPIയുടെ നിലപാട് അത് നാടിന്റെ പുരോഗതിയെ എതിർക്കുന്നതാണ്. ആഞ്ചലോസിന്, CPI ജില്ലാ സെക്രട്ടറി ആഞ്ചലോസിന് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രോജക്റ്റ് ആലപ്പുഴയിലേക്ക് വരണം. ആലപ്പുഴ ഉൾപ്പെടെ, അതായത് ആലപ്പുഴ, പുന്നമട മാത്രമല്ല കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കൂടെ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തണം. പ്ലെയിൻ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നിലപാട് അവിടെ വ്യക്തമാക്കുകയായിരുന്നു CPM. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ജനയുഗത്തിൽ ഇന്ന് അത്തരത്തിലൊരു ലേഖനം വന്നത്, TJ ആഞ്ചലോസിന്റെ ലേഖനം വന്നതിന്റെ പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക്
KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ബാരിക്കേഡ് മറിച്ച് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവർത്തകർ ചാടിക്കയറി. തുടർന്ന് അരമണിക്കൂറോളം സംഘർഷാവസ്ഥ നിലനിന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ശശി നാരായണൻ ചേർന്നു വിവരങ്ങളുമായി. ശശി, ഈ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിന്റെ ദുരൂഹത അതാണല്ലോ ഇതിൽ KSU ഉന്നയിക്കുന്ന കാര്യം. അതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുള്ളത്. എന്തായിരുന്നു KSU എടുത്ത നിലപാട്? സംഘർഷഭരിതമായിരുന്നോ സാഹചര്യം? എൽദോ സംഘർഷഭരിതമായി തന്നെ മാർച്ച് മാറി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥി പഠിച്ച ചുട്ടിപ്പാറയിലെ ക്യാമ്പസിലേക്ക് കോളേജിലേക്ക് KSU പ്രവർത്തകർ പ്രകടനമാക്കിയത്. തുടർന്ന് കോളേജിന്റെ 100 മീറ്റർ ഇപ്പുറത്ത് വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകർ തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് തകർത്താണ് ചില പ്രവർത്തകർ കോളേജിലെ ക്യാമ്പസിനുള്ളിലേക്ക് ഓടിക്കയറുകയും ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്ത് തുടർന്ന് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും മാറ്റുകയും വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ വളരെ നേരം ഏറ്റുകൊണ്ട് പരസ്പരം കുന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകർ ആവശ്യപ്പെട്ടത് പ്രധാനമായും SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് ആ കോളേജിന്റെ പടിക്കൽ തന്നെ തങ്ങളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലീസിൽ ആവശ്യപ്പെട്ടു. അത്തരത്തിൽ പോലീസ് ആ കോളേജ് പടിക്കൽ പ്രതിഷേധിക്കാൻ അവസരം നൽകുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മടങ്ങുന്ന നേരമാണ് വീണ്ടും സംഘർഷമുണ്ടായത്. പ്രവർത്തകർ വലിയ തോതിൽ പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം മുണ്ടും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. അത്തരത്തിൽ പ്രവർത്തകർ വീണ്ടും ക്യാമ്പസിനുള്ളിൽ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കി. തുടർന്ന് 50ഓളം വരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 1.5 മണിക്കൂറോളം പത്തനംതിട്ട ചുറ്റിപ്പാറ ക്യാമ്പസിലുണ്ടായത്. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷവും ഒന്നും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. ഇപ്പോൾ 10 പ്രവർത്തകരെ പത്തനംതിട്ട പോലീസിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കരുത്തനായ വില്ലന് വിട. നിയമ പോരാട്ടം തുടരും. ഇതിന് മുകളിലും കോടതിയുണ്ട്. ആ കോടതികളെ സമീപിക്കും. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടൻ രാജിവെക്കണം എന്ന് തന്നെയാണ്. മന്ത്രി സജി ചെറിയാൻ ഉടൻ രാജിവെക്കണം. രാജിവെച്ച് ഒഴിഞ്ഞതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി കോടതി ശരിവെക്കുന്നതും പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതും അന്വേഷണത്തിൽ പാളിച്ച ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതും ധൃതി പിടിച്ചാണ് പോലീസ് അന്വേഷണം പൂർത്തീകരിച്ചത് എന്ന് കോടതി പറയുന്നതും ഇതടക്കം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കാലതാമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണം എന്നും കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യം. പക്ഷേ രാജിയില്ല എന്ന് മന്ത്രി പറയുന്നു. ഹൈക്കോടതി തൻ്റെ ഭാഗം കേട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടേത് അന്തിമ വിധിയല്ല. ഇതിനു മുകളിൽ കോടതിയുണ്ട്. തുടർ നടപടികൾ താൻ നിയമപരമായി തന്നെ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഉടൻ രാജി വേണം എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. മന്ത്രി അല്പം മുമ്പാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കണ്ടത്. അവിടെയാണ് അദ്ദേഹം വ്യക്തമായി തന്നെ രാജി ഉണ്ടാവില്ല എന്ന് കൃത്യമായി പറഞ്ഞതും അന്വേഷണം ധൃതി പിടിച്ച് പൂർത്തിയാക്കി എന്ന വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. മന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന പരാതിക്കാരൻ്റെ വാദം കോടതി അത്തരത്തിൽ കേസ് പോലീസ് റിപ്പോർട്ട് തള്ളിയതോടുകൂടി ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. സജിത്ത്, ഇത് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുക, മന്ത്രിയുടെ മൊഴിയെടുക്കുക, ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരടക്കം മൊഴി സ്വീകരിക്കുക, ശബ്ദ സാമ്പിൾ പരിശോധന നടത്തുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇനിയും മാസങ്ങളുടെ കാലതാമസം ഉണ്ടാകും. ഈ നിലപാടാണെങ്കിൽ പ്രതിപക്ഷം എത്ര ആവശ്യപ്പെട്ടാലും മന്ത്രിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രിയും പാർട്ടിയും, യാതൊരു സംശയവുമില്ല. തീരുമാനം അത് തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെങ്കിൽ കൂടിയും മന്ത്രിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിന്റെ അടിസ്ഥാനത്തിലാവണം സജി ചെറിയാന്റെ ഒരു പ്രസ്താവന ഇത്തരത്തിലും ഉണ്ടായതെന്ന് വേണം നമുക്ക് കരുതാൻ. സജി ചെറിയാനുമുള്ള സാധ്യത നിയമ സാധ്യത തന്നെയാണ്. അത് അദ്ദേഹത്തിന് അപ്പീൽ പോവാം. അപ്പീൽ പോകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ കോടതി വിധിയിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിന് വരുത്തിയെടുക്കാം. അതിനുള്ള കാത്തിരിപ്പ് അദ്ദേഹം നടത്തുമോ? അതല്ല
പോലീസ് റിപ്പോർട്ട് വരെയുള്ള കാത്തിരിപ്പിലേക്കുമാണോ പോകുന്നത്? പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതിന്റെ സ്വാഭാവിക നടപടികളിലൂടെ കടന്നുപോകും. സ്വാഭാവികമായും സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന വീണ്ടും സംസ്ഥാന പോലീസ് കേസ് അന്വേഷിച്ചാൽ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയല്ലേ വരുള്ളൂ എന്ന ചോദ്യമുണ്ടാവും. അങ്ങനെ വരുന്ന റിപ്പോർട്ടിനെ കോടതിക്ക് വീണ്ടും അംഗീകരിക്കേണ്ടി വരില്ലേ? പിന്നെ എന്താണ് ഇപ്പോഴത്തെ രാജിക്ക് വാദം ഉയരുന്നതിൽ എന്താണ് അർത്ഥമെന്ന വിഷയം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങളായിരിക്കും സജി ചെറിയാന്റെ ഭാവിയിൽ നിർണായകമാവുക. കാരണം വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിക്കാട്ടിയാൽ അത് സ്വാഭാവികമായും തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഇടവെച്ചേക്കാം. സജി ചെറിയാന് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷ നീക്കങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ അടുത്ത നിമിഷം മുതൽ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളും അതായി മാറിയേക്കാം. മന്ത്രി രാജിയില്ല എന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനി പ്രതിപക്ഷം ആ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ആദ്യം പരാമർശിച്ചു വന്നതുപോലെ മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് വയനാട്ടിലെ ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് ദുരന്തത്തിന് ഇരയായവർ. മൊറട്ടോറിയത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ പലിശയടക്കം പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. സർവ്വസ്വത്തുക്കളും ഉപജീവനമാർഗവും ഇല്ലാതെയായ യൂസഫ് വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. Good morning, teachers and all my dear friends. Today I would like to speak a few words about the importance of water. There is a famous saying, if you save water, water will save you. All living things on earth need water. Life without water can be never imagined. Human beings and all other animals cannot be survive without water. Planets also need water to grow and survive. ഒന്നാം ക്ലാസ്സുകാരി റിഷ മെഹബിൻ വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരുപക്ഷെ ഉപ്പൂപ്പ യൂസഫിനും ഉമ്മുമ്മ സൂറാബിക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷേ എല്ലാം തകർത്തെറിയുന്ന വെള്ളത്തിന്റെ രൗദ്രഭാവത്തെക്കുറിച്ച് ഇവർക്കല്ലാതെ മറ്റാർക്ക് പറയാനാകും? ദുരന്തം നടന്ന രാത്രി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യൂസഫ്. അക്കാരണം കൊണ്ടാണ് അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്കപ്പുറം വീട് നിന്ന ഇടത്തുനിന്ന് ലഭിച്ച പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മുസല്ലയും കുറച്ച് രേഖകളും പോലീസ് അവർക്ക് നൽകി. 40 വർഷത്തോളം ചൂരൽമലയിൽ അവർ താമസിച്ചു എന്നതിന്റെ ഏക രേഖ. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയത്. കിണർ വൃത്തിയാക്കുന്ന ജോലിയാണ് യൂസഫിന്. ജോലി സാമഗ്രികളും സ്കൂട്ടറുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷന്റെ പിറ്റേന്നും ഇങ്ങനെ രണ്ടാളും കൂടി പോയി. അവിടെ ഇലക്ഷന്റെ പിറ്റേന്നും പോയിട്ട് പുഴയെ കൂടെ ഇങ്ങനെ നടക്കുക. എൻ്റെ വണ്ടി എവിടെയും കിട്ടുമോ എന്നില്ല. വണ്ടി എൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. ബൈക്കൊരു പിന്നെ 2 വീലർ ഉണ്ടായിരുന്നു. അതെൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. അത് ഞാൻ അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്നത്. ഞാൻ അതിലായിട്ട് പിക്കാസ് ഞാൻ പറഞ്ഞ സാറേ കുളങ്കോരി, കൊട്ട, ടിന്ന്, കയറ് എല്ലാ സാധനവും വെച്ച് കെട്ടി രാവിലെ എണിച്ചാൽ ഞാൻ എല്ലാ വീടുകളിൽ കൂടെ കിണർ കഴുകാൻ ഇങ്ങനെ ഫിറ്റ് ആങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയത് കുത്തി കൊടുക്കുക, ഇങ്ങനത്തെ പഠിക്കുക. എൻ്റെ കൂടെ വേറെ 3-4 ആളും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതിൽ നടക്കുന്നത് സാർ. അപ്പോൾ ആ വണ്ടി പോയത് വലിയ കഷ്ടത്തിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചത്. 2 ലക്ഷത്തിലധികം രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. നിലവിൽ മൊറട്ടോറിയത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും യൂസഫ്. അത് വലിയ പ്രശ്നമില്ല. അപ്പം മൊറട്ടോറിയം ഇതൊക്കെ കിട്ടുമെന്ന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മൊറട്ടോറിയം കഴിഞ്ഞ് ഒന്നിച്ചടക്കണം. 19 ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതാണ്. കാരണം 19 6 മാസമോ 8 മാസമായിട്ട് അതുപോലെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട് ചുമരിൽ ഒട്ടിച്ചിട്ട്. ഒരു കടലാസ് കൊണ്ടുപോയിട്ട് ബാങ്ക് ചുമരിലൊട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ സ്ഥിതി അതേ സ്ഥിതിയായിരിക്കും. കാരണം ഈ മൊറട്ടോറിയം കൊണ്ട് നമ്മൾ തൽക്കാലം കടത്തിൻ്റെ മുകളിൽ കടം പിന്നെയും ആക്കുകയാണെന്നല്ലേ ഉള്ളൂ. പലിശ വീണ്ടും കേടല്ല സാർ. അപ്പോൾ ബാങ്കുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അവർ കിട്ടാവുന്ന ഏത് വഴിയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നോക്കും. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പഴയ പോലെ ജോലി ചെയ്യാനാകുമോ എന്നും അറിയില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നിൽ വഴിയൊന്നുമില്ല. കേന്ദ്ര ഇടപെടലില്ലാതെ ഇക്കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷ വെറുതെയാകുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷ. എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മങ്ങിക്കിടക്കുകയാണ് സാറേ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം. നമ്മൾ ഇന്ത്യക്കാരല്ലേ സാറേ. അപ്പം നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് കിട്ടാൻ നമ്മൾ കേരളം അതിലൊരു സ്റ്റേറ്റ് അല്ലേ. നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. എന്തെങ്കിലും തരും എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത്
ഇവരുടെ മാത്രമല്ല, ദുരന്തത്തിനിരയായ വയനാട്ടിലെ സാധാരണക്കാരെല്ലാം പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. വയനാടിനായുള്ള കേന്ദ്ര സഹായം ലഭ്യമാകാൻ MP-മാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി. അർഹമായ ദുരന്ത സഹായം വൈകുന്നതിൽ ഗൗരവതരമായ പ്രതിഷേധം അറിയിക്കണം. MP-മാർക്ക് 25 ലക്ഷം രൂപ വരെ ചെലവഴിക്കാൻ കഴിയും. എല്ലാവരും സഹായിക്കണമെന്നും സംസ്ഥാനത്തെ MP-മാരുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരും MP-മാരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് MP-മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും റവന്യൂ മന്ത്രി കെ രാജൻ. MP-മാരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ പൊതുവായും പ്രത്യേകിച്ച് MP കോൺഫറൻസിൽ പ്രത്യേകമായി ചർച്ച ചെയ്ത 16 വിഷയങ്ങളിൽ പ്രത്യേകമായും കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി പാർലമെന്റ് അംഗങ്ങൾ ഗവൺമെന്റിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അതിതീവ്രമായിട്ടുള്ള ദുരന്തമായി പ്രഖ്യാപിക്കാൻ, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന നിലവാരത്തിൽ ലെവൽ 3 ആയി പ്രഖ്യാപിക്കാൻ, ചൂരൽമല ദുരന്തത്തിന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു. STRFന്റെ മാനദണ്ഡങ്ങൾ മറികടന്ന് മറ്റ് 5 സംസ്ഥാനങ്ങൾക്ക് നൽകിയതുപോലെ ഈ ഘട്ടത്തിൽ കേരളത്തെ ചൂരൽമലയെ സഹായിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന കാര്യത്തിൽ വാശിയോടെ നിലപാടെടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ചു. അവിടെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം നിശ്ചയിച്ചു. വയനാട് മൂന്ന് വാർഡിൽ മാത്രമേ ദുരന്തമുണ്ടായിട്ടുള്ളൂ എന്ന് ആദ്യം പറഞ്ഞത് മുഹമ്മദ് റിയാസും T സിദ്ദിഖുമാണെന്ന് V മുരളീധരൻ. താൻ അത് പറഞ്ഞപ്പോൾ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ദുരന്ത റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയത് 13-നാണെന്നും മുരളീധരൻ പറഞ്ഞു. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്. ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തം, ആ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നവംബർ മാസം 13-ാം തീയതി നൽകിയതിന് ശേഷം കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം അർഹമായിട്ടുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞ് 19-ാം തീയതി ഹർത്താൽ നടത്തിയ ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. റിയാസ് മന്ത്രിയും സിദ്ദിഖ് MLA-യും കൂടി വയനാട്ടിൽ മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആകെ 3 വാർഡിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അത് വലിയ അവഹേളനവും മാപ്പ് പറയലും ഒക്കെ ആയി. വയനാട് ദുരന്തത്തിന്റെ റിപ്പോർട്ട് നൽകാൻ വൈകിയെന്ന V മുരളീധരന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി കെ രാജൻ. ദുരന്തത്തിന്റെ നഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ റിപ്പോർട്ട് ഓഗസ്റ്റ് 17 തന്നെ നൽകി. കേരളത്തെ സഹായിക്കാൻ തയ്യാറല്ല എന്നതാണ് കാര്യമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി കളമശ്ശേരിയിൽ മറിഞ്ഞ ബുള്ളറ്റ് ടാങ്കർ അപകട സ്ഥലത്ത് നിന്ന് മാറ്റി. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ടാങ്കർ മറ്റൊരു ക്യാബിനിൽ ഘടിപ്പിച്ചാണ് BPCLന്റെ അമ്പലമുകൾ പ്ലാന്റിലേക്ക് തിരികെ കൊണ്ടുപോയത്. സംഭവത്തിൽ BPCL ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അമ്പലമുകൾ BPCL പ്ലാന്റിൽ നിന്ന് പ്രൊപ്പലിൻ വാതകം നിറച്ച് ഗുജറാത്തിലേക്ക് പോകും വഴിയായിരുന്നു 20 ടണ്ണോളം ഭാരമുള്ള ടാങ്കർ കളമശ്ശേരി TVS ജംഗ്ഷനിൽ മറിയുന്നത്. ദേശീയപാതയ്ക്ക് കുറുകെ ടാങ്കർ മറിഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് വാതക ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ക്രെയിൻ വിളിച്ചു വരുത്തി ടാങ്കർ ഉയർത്താനുള്ള ശ്രമം തുടങ്ങി. 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കർ ഉയർത്തിയത്. ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട്. ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ, പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലനാണ്, ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു. കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സ്പെയർ ഡ്രൈവറിനെ നമുക്ക് കാണുന്നില്ല, അതും വളരെ അത്യാവശ്യമാണ്. ഇന്ന് രാവിലെ പുതിയ ക്യാബിൻ എത്തിച്ച ശേഷം ക്രെയിന്റെ സഹായത്തോടെ പഴയ ക്യാബിനിൽ നിന്ന് ടാങ്കർ വേർപെടുത്തി പുതിയ ക്യാബിനിലേക്ക് ഘടിപ്പിച്ചു. തുടർന്ന് ടാങ്കർ പരിശോധനകൾക്കായി അമ്പലമുകളിലേക്ക് തന്നെ കൊണ്ടുപോയി. സംഭവത്തിൽ BPCL ആഭ്യന്തരാന്വേഷണം പ്രഖ്യാപിച്ചു. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കം പരിശോധിക്കുമെന്ന് BPCL അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.
വിഴിഞ്ഞം പയറുമൂടിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനമിടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ട്രാവലർ ശ്രീജിത്ത് ഓടിക്കുകയായിരുന്ന ബൈക്കിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് തുക ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ പ്രതിഷേധം. ഇതുവരെ സൗജന്യമായിരുന്ന OP ടിക്കറ്റിനാണ് 10 രൂപ വാങ്ങാൻ തീരുമാനിച്ചത്. ആശുപത്രി വികസന സമിതിയുടെ തീരുമാനത്തിനെതിരെ ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധി അടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ വീതം ഈടാക്കാനുള്ള ആശുപത്രി വികസന സമിതിയുടെ തീരുമാനത്തിന് ഏറെക്കുറെ അംഗീകാരം നൽകിയ നിലയിലാണ് ആരോഗ്യവകുപ്പ്. അതേസമയം തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരികയാണ്. തീരുമാനത്തെ അംഗീകരിക്കുന്നവരുമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 75 വർഷമായി OP ടിക്കറ്റ് സൗജന്യമായാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ OP ടിക്കറ്റിന് 10 രൂപ നിരക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായി. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധിയടക്കം പങ്കെടുത്തിരുന്നു. ഈ സർക്കാരായാലും ഇവിടെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അതായത് ഞങ്ങളെപ്പോലുള്ള രോഗികളിലും അവരെ കൂടെ വരുന്നവർക്കും ബുദ്ധിമുട്ടിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് 10 രൂപ നേരത്തെ നിന്നിട്ട് ഫ്രീ ആണ് OP ടിക്കറ്റ് എടുക്കാണ്ടിട്ട്. ഇപ്പോൾ 10 രൂപ ഈടാക്കുന്ന പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പാമ്പിടിച്ചാൽ നമ്മളും ഇതുപോലെ ചിലപ്പം പണി പോലും ഇല്ലാത്ത ആൾക്കാരാണ് മൊത്തം. ഇപ്പം തന്നെ ബുദ്ധിമുട്ട് നിൽക്കുക. സാധാരണക്കാരന് നടക്കാൻ പറ്റില്ല. കാരണം ജോലിയും കൂലിയും ഇല്ലാതെ നിൽക്കുന്ന സമയം, പിന്നെ ഈ ഹർത്താലും ഇതൊക്കെ വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ OP ടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നതിനാൽ മെഡിക്കൽ കോളേജിലും അത് ബാധകമാക്കണമെന്നായിരുന്നു സമിതിയുടെ നിലപാട്. പരമാവധി 5 രൂപയാണ് വിവിധ ആശുപത്രികളിലുള്ള OP ടിക്കറ്റ് നിരക്കെന്നിരിക്കെയാണ് മെഡിക്കൽ കോളേജിൽ 10 രൂപ ഏർപ്പെടുത്തുന്നത്. നിരക്ക് ഏർപ്പെടുത്തുന്നതിനെ യോഗത്തിൽ എതിർത്ത പ്രതിപക്ഷം സമരവുമായി രംഗത്തെത്തി. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അത് ഈ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളായിട്ടുള്ള ആളുകൾ വാസ്തവത്തിൽ വലിയ സമ്പന്നന്മാരല്ല. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഇങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കുകയാണ്. BPL കാർഡുകാർക്ക് OP ടിക്കറ്റ് സൗജന്യമായി നൽകുന്നത് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും പലതിനും ഫീസ് ഈടാക്കുന്നുണ്ട്. ശരിക്കും ഇത് വാങ്ങാൻ പാടില്ല. ഇത് സാധുക്കൾക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ HMC കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെയും അത് വാങ്ങാൻ നിയമം കമ്മിറ്റിക്ക് വയ്ക്കാം, ഇതേ ഉള്ളൂ. പക്ഷെ അത് തെറ്റാണ്. നമ്മളെ പോലുള്ളവർ വരുന്നത് ഈ സർക്കാർ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാന്? ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം പറവൂർ മാഞ്ഞാലി SNGAST കോളേജിന്റെ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. വായ്പയെടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി. ഇതോടെ വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും പ്രതിഷേധത്തിലാണ്. പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ തവണ ജപ്തി നടപടികൾ ഉപേക്ഷിച്ചിരുന്നു. പലിശയടക്കം കോളേജ് ഇനി അടയ്ക്കാനുള്ളത് 19 കോടിയോളം രൂപയാണ്. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്ന് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ദീപാവലിക്കാണ് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഗോപാലകൃഷ്ണൻ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. സംഭവം വിവാദമായതിന് പിന്നാലെ മുസ്ലിം ഗ്രൂപ്പും ഉണ്ടാക്കി. തന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. ഇത് തെറ്റാണെന്ന് പിന്നീട് കണ്ടെത്തി. തുടർന്ന് ഗോപാലകൃഷ്ണനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസിലും IASലും RSS നുഴഞ്ഞുകയറ്റമുണ്ടെന്നും കേസെടുക്കാൻ സർക്കാർ തയ്യാറാവില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പ്രതികരിച്ചത്. RSS അജണ്ടയ്ക്ക് സർക്കാർ കുടപിടിച്ചു കൊടുക്കുകയാണ്. വിവാദ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ നിയമോപദേശം തേടിയത് ആരെ പറ്റിക്കാനാണെന്നും സതീശൻ ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. അതായത് പോലീസിൽ RSSന്റെ നുഴഞ്ഞുകയറ്റം ഉണ്ട് എന്ന് ആനി രാജയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം സിവിൽ സർവീസിലുണ്ട് നുഴഞ്ഞുകയറ്റം. ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറും. ഇത് വ്യക്തമായിട്ടും ഒരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല, കേസെടുക്കാൻ തയ്യാറാവുന്നില്ല, അന്വേഷണം കൃത്യമായ നിലയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഇവർ കുടപിടിച്ചു കൊടുക്കുകയാണ്. ഈ അജണ്ടയ്ക്ക്
ഈ സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് പേരുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ. ഇത് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ കീച്ചേരിയിലെ ഇ പിയുടെ വീട്ടിലെത്തും. ഈ മാസം 23-ന് മൊഴി രേഖപ്പെടുത്തുമെന്ന് ഉള്ള അറിയിപ്പായിരുന്നു ജയരാജന് പോലീസ് ആദ്യം നൽകിയിരുന്നത്. ഇന്നലെ ഫോണിൽ വിളിച്ച് ഇന്നെത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. പുസ്തകം എഴുതിയ മാധ്യമപ്രവർത്തകന്റെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ ദർശനത്തിനെത്തിയത് 3.25 ലക്ഷത്തോളം പേരാണ്. ഇന്നലെ 63,000-ലേറെ പേർ ദർശനം നടത്തി. ഇന്ന് ഉച്ചവരെ 35,000 പേരാണ് ദർശനം നടത്തിയത്. വരുമാനത്തിൽ 5 കോടിയോളം രൂപയുടെ വർധനയുണ്ട്. സജീവ് സിവാരിയുടെ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഓരോ മണിക്കൂറിലും 3,500-ഓളം പേർ 3,000 മുതൽ 3,500-ഓളം പേർ പമ്പയിൽ നിന്ന് കടന്നു വരുന്നു. അവർ മല കയറുന്നു എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇന്നലെയും മിനിഞ്ഞാന്നും 2 ദിവസങ്ങളായി വേണ്ടത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. പൊതുവെ തന്നെ 75,000-ഓളം പേർ വന്ന കഴിഞ്ഞ ദിവസം പോലും അത്ര വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അതേസമയം ഇപ്പോൾ ആളുകളുടെ വരവ് കുറവാണ്. 62,000, 64,000 ഒക്കെയായി ചുരുങ്ങിയിരിക്കുന്നു. തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്നലെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആളുകൾ എത്താതിരുന്നിട്ടുണ്ടാവാം. അതോടൊപ്പം സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. 5,000-ഓളം പേർ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നത് ഓരോ ദിവസവും. അതേസമയം വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 എത്തുന്നേയില്ല. 60,000-ഓളം പേരൊക്കെയാണ് സ്പോട്ട് ബുക്കിങ്ങിന് പുറമെ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്നത്. 70,000 ബുക്കിംഗ് നടക്കുന്നുണ്ടെങ്കിലും അത്രയും ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. അവർ അവരുടെ അവരുടെ യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വരുന്ന 30-ാം തീയതി വരെ ഓരോ ദിവസവും ബുക്കിംഗ് നിറഞ്ഞു തന്നെയാണ്. വേറൊരാൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്. ഏതായാലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം സുഗമമായി ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നുമുണ്ട്. ഇതാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ശബരിമലയിലെ പുതിയ ക്രമീകരണങ്ങൾ വിജയകരമായതിനു പിന്നിൽ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് സന്നിധാനം സെക്ഷൻ ഓഫീസർ കെ ഇ ബൈജു IPS. പോലീസ് മാത്രം വിചാരിച്ചാൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് ശേഷം കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ തീർത്ഥാടകർ 1 ലക്ഷത്തിലേറെ പേർ ഇക്കുറി എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ അത് ഏകോപിപ്പിക്കുന്നത് പോലീസ് സംവിധാനമാണ്. സന്നിധാനം സെക്ഷൻ ഓഫീസർ ശ്രീ കെ ഇ ബൈജു നമ്മോടൊപ്പമുണ്ട്. സർ, ഏതു തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയത്? കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ തീരുമാനം തന്നെയാണ്. ദേവസ്വം ബോർഡും പോലീസും കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഈ സ്വാമിമാരുടെ ഒരു ഒഴുക്കിനെതിരായിട്ട് വന്ന ആളുകൾ കയറി തൊഴുന്നൊരു സ്വഭാവം നേരത്തെ അതുണ്ടായിരുന്നു. അത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ കഴിയും. പരമാവധിയല്ല, മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒഴുക്കിനെതിരെ വരുമ്പോൾ സാധാരണ സ്വാമിമാർ വരുന്ന ഒഴുക്ക് തടയപ്പെടും. അപ്പോൾ അവർ പിന്നെ ക്യൂവിലുള്ള ആളുകൾ സമയം കൂടുതൽ നിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ അത് മാറി. അപ്പൊ ആ ഒരു പറഞ്ഞ സ്വാഭാവികം തൊഴുതു പോകുന്ന ആ രീതിക്ക് എതിരായിട്ട് ആരും കയറുന്നില്ല. ആരെങ്കിലും സ്പെഷ്യലായിട്ട് ദർശനം വേണ്ട ആളുകൾക്ക് സ്പെഷ്യൽ ക്യൂ കൊടുത്തിട്ടുണ്ട്. ആ ക്യൂ വഴി സാധാരണ സ്വാമിമാർ പോകുന്ന അവരോടൊപ്പം തന്നെ പോയി തൊഴാനേ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ അവർക്ക് സ്വാമിമാർക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഇല്ലാത്തത്. എവിടെയും തടസ്സമില്ലാത്ത ഒരു സംവിധാനം അല്ലേ? അത്തരത്തിലുള്ള ഒരു ഫ്ലോ അല്ലേ പ്രതീക്ഷിക്കുന്നത്? അതെ, ആ ഫ്ലോ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് സമാധാനമായിട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ 18-ാം പടി ആയിക്കോട്ടെ, അവിടെയുള്ള ആളുകളുടെ ഡ്യൂട്ടി സമയം കുറച്ചു. കഴിവതും അവരുടെ പരമാവധി ശ്രമം കൊണ്ട് ഒത്തിരി ആളുകളെ മിനിറ്റിൽ 80 ആളുകളെ കയറ്റണം. 80 എല്ലാ സമയത്തും കയറില്ല. കാരണം പ്രായമുള്ള ആളുകളുണ്ട്, മണികണ്ഠ സ്വാമികളുണ്ട്, ഫിസിക്കൽ എയിൽമെന്റ്സിലുള്ള ആളുകളുണ്ട്. അവർ വരുമ്പോൾ 80 നമുക്ക് തികയാൻ കഴിയില്ല. എന്നിരുന്നാലും 70 താഴത്തേക്ക് പോകാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഈ വെർച്വൽ വെച്ച് നോക്കുമ്പോൾ ഈ 6 ദിവസത്തിനകത്ത് തന്നെ 3.5 ലക്ഷം ആളുകൾ കഴിഞ്ഞു ദർശനം കിട്ടിയ ആൾക്ക്. അപ്പം അതൊരു ഗുണമാണ്.
ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം സ്വാമിമാർ പറഞ്ഞറിയും. അപ്പോൾ ആളുകൾ കൂടുതൽ വരാനുള്ള താല്പര്യമുണ്ട്. കാരണം ഇവിടെ കഷ്ടതയില്ല, നമുക്ക് സുദർശനം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം തിരക്ക് വരുന്നത്. അവർക്ക് സുഖമായിട്ട് ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്നുണ്ട്. ഈ 18-ാം പടിയിലെ പോലീസിന്റെ സംവിധാനത്തിൽ ചെറിയ മാറ്റം വരുത്തിയല്ലോ, അതായത് 15 മിനിറ്റാക്കി കുറച്ചു അവരുടെ ഡ്യൂട്ടി സമയം. അത് ഗുണപ്രദമായിരുന്നു അല്ലേ? ഗുണപ്രദമാണെന്നാണ് നമ്മളുടെ ഈ ഒരു 4 ദിവസത്തിനുള്ള ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പരിചയസമ്പന്നരായ ആളുകളില്ലെന്നൊരു പരാതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരം ഓഫീസർമാരെ കൂടുതൽ ഉൾപ്പെടുത്തിയാണോ ഈ സംവിധാനങ്ങൾ ഒരുക്കിയത്? പരിസമ്പന്നത എല്ലാവർക്കും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥ നിരപ്പ് ഞാൻ തന്നെ നേരത്തെ ജോലിയെടുത്ത ആളാണ്. മറ്റുള്ള ഓഫീസർമാരാണ് ജോലിയെടുത്ത ആളുകളുണ്ട്. പിന്നെ നമ്മൾ 18-ാം പടിയിലുള്ള ആളുകൾ ഈ യങ്സ്റ്റേഴ്സാണ്, ചെറുപ്പക്കാരായിട്ടുള്ള തുടക്കത്തിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കായികമായിട്ടുള്ള ക്ഷമത കൂടുതലായിരിക്കും. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കൊച്ചി ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പെരുമാറ്റം കൊച്ചി രാജാവിനെ പോലെയാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ വിമർശനം. ദേവസ്വം ബോർഡിന്റെ തിട്ടൂരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളോട് വേണ്ട. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഉന്നതാധികാര സമിതി പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമാണെന്നും ഗിരീഷ് കുമാർ ആരോപിച്ചു. തിരുവമ്പാടിയെയും 2 തട്ടിലാക്കി ഭരിക്കുന്നതിന് ഡിവൈഡ് ആൻഡ് റൂള് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ എന്തൊരു കുബുദ്ധിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതൊക്കെ വില പോകില്ല. ഞങ്ങളെന്നും അന്നും ഇന്നും പറയേണ്ട കാര്യങ്ങൾ അന്നും പറയും, ഒക്കേണ്ട സമയത്ത് ഒക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൽ ആനന്ദം കൊള്ളേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഭരിക്കാൻ ഉദ്ദേശിക്കും വേണ്ട. ഇവിടെ പൂരം നടക്കണമെങ്കിൽ പൂരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകപൂരങ്ങളും ഒപ്പം നിന്ന് അതിൻ്റെ ഭംഗിയോടെ പ്രൗഢിയോടെ ഞങ്ങൾ ഇത്ര നാൾ കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് നടന്ന ആ പൂരം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെയോ ഒരു തീരുമാനവും വേണ്ട എന്ന് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. 1957 നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത കൂട്ടുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയിട്ടുമില്ല. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും. പന്നിയാർ പുഴയ്ക്ക് കുറുകെ 100 അടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദ്യകരമാണ്. അതുകൊണ്ട് തന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായും പ്രദേശവാസികൾ പറഞ്ഞു. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തിലുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു. ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയത് 30 കുതിരകളാണ്. പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് പ്രത്യേക അനിമൽ ആംബുലൻസിൽ കുതിരകളെ എത്തിച്ചത്. അങ്ങാടിപ്പുറംകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. കുതിരകളെ പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരിക. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിലേക്ക് ഇത്രയുമധികം കുതിരകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന പുഷ്കർ മേളയിൽ നിന്നാണ് വിഘ്നേഷ് വിജയകുമാർ കുതിരകളെ വാങ്ങിയത്. ഇത് ആദ്യമായല്ല ഇദ്ദേഹം കുതിരകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന 30 എണ്ണം കൂടി ചേർക്കുമ്പോൾ 63 കുതിരകളാകും അദ്ദേഹത്തിന്റെ കൈവശം. എന്തിനാണ് കുതിരകളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ:
മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊഴപ്പം എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്നത്. കുതിരസവാരി കൂടുതൽ ജനകീയമാക്കുവാനും ഇതിനെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനും ചില പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നമുക്കിതിൻ്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനം ഹോഴ്സ് ഷിപ്സുള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. മാർവാരി, നുക്ര എന്നീ ഗണത്തിൽപ്പെട്ട വിവിധ ഇനം കുതിരകളെയാണ് വിഘ്നേഷ് വാങ്ങിയിരിക്കുന്നത്. ലക്ഷങ്ങളാണ് പല കുതിരകളുടെയും വില. കുതിരകളെ അങ്ങാടിപ്പുറത്തെ മീൻകുളത്തേക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി സമർപ്പിച്ച താർ ലേലത്തിലെടുത്തും അമ്പലത്തിനു വേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ്. കൈക്കൂലി കൊടുത്ത് സംഘടിപ്പിച്ച കരാറുകളുടെ പേരിൽ അദാനി ഗ്രൂപ്പ് അമേരിക്കക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്ന കേസിലാണ് നടപടി. തട്ടിപ്പിനും വഞ്ചനയ്ക്കുമാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ അറ്റോർണി ഓഫീസറിന്റെ കുറ്റപത്രം. അദാനിക്കൊപ്പം അനന്തിരവൻ സാഗർ അദാനി അടക്കം മറ്റ് 4 പേർക്കെതിരെ കൂടി ന്യൂയോർക്കിലെ കോടതി നടപടി തുടങ്ങിയിട്ടുണ്ട്. അദാനി ഗ്രീൻ, അഷുർ പവർ എന്നീ കമ്പനികളുടെ പേരിലാണ് കുറ്റകൃത്യം നടന്നത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനടക്കമുള്ള കരാറുകൾ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു സംഘടിപ്പിച്ചു എന്നതാണ് അമേരിക്കയിലെ കേസിന് ആധാരം. ഏകദേശം $265 മില്യൺ കൈക്കൂലി നൽകി. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയ വിവരം മറച്ചുവെച്ച് അമേരിക്കക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്നതാണ് അമേരിക്കൻ കോടതിയിൽ കേസ് വരാൻ കാരണം. വിദേശ നിക്ഷേപകരിൽ നിന്ന് $175 കോടി സ്വീകരിച്ചത്. ഇതുകൂടാതെ ഇന്ത്യയിലെ കരാറുകളെ ബലത്തിൽ അമേരിക്കയിലെ ഒരു കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് കരാറിലും ഏർപ്പെട്ടു. അദാനി കമ്പനികൾക്ക് കിട്ടിയ കരാറുകളെക്കുറിച്ച് ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് സംയുക്ത പാർലമെന്ററി കാര്യസമിതി രൂപീകരിക്കണം. हम दोहराते जाएंगे, जेपीसी की मांग हमारी है, बट हम चाहते हैं कि अदानी जी को एकदम अरेस्ट किया जाए. और हम जानते हैं और हम देश को दिखाना चाहते हैं कि अदानी जी की अरेस्ट नहीं होगी. और इसलिए नहीं होगी क्योंकि हिंदुस्तान के प्रधानमंत्री अदानी जी के पीछे खड़े हुए हैं और उनके प्रोटेक्टर हैं. ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത വന്നതോടെ അദാനി കമ്പനികളുടെ ഓഹരി വില കൂപ്പുകുത്തി. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ന് നടത്താനിരുന്ന 600 കോടിയുടെ ബോണ്ട് വിൽപ്പന ഉപേക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7115, പവന് 56,920. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5890, പവന് 47,120. വെള്ളി ഗ്രാമിന് 98 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.